ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും അല്പം അൾത്താരയിലേക്കൊന്ന് യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എല്ലാവരും പ്രാർത്ഥിച്ചോ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ, ഉണർവ് നൽകണമേ, ഉന്മേഷം നൽകണമേ. തടസ്സങ്ങൾ മാറട്ടെ, കൃപകൾ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, കഴുകണമേ, ബലപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെ കഴുകണമേ, കഴുകണമേ. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങളെ ഈശോയെ, ഈശോയെ, ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കാം. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ മനസ്സിനെ കഴുകണമേ. മനസ്സിലെ ഓർമ്മകളെ, ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങളെ ഈശോയെ, ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ മനസ്സിലുള്ള വെറുപ്പ്, നിരാശ, ദുഃഖം ഈശോയെ തിരുരക്തത്താൽ കഴുകി എടുത്തു മാറ്റണമേ. സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വലിയ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാവാൻ ആഗ്രഹിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ വീട്ടിൽ ശക്തമായ കൃപ നിറയട്ടെ. കുടുംബത്തിലുള്ള രോഗങ്ങൾ, പാരമ്പര്യ രോഗപീഠകൾ, ശാപപീഠകൾ യേശുവേ, യേശുവേ, യേശുവേ തിരുരക്തത്താൽ, തിരുരക്തത്താൽ കഴുകി സൗഖ്യപ്പെടട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ വീട്ടിൽ ശക്തമായ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഇങ്ങനെ നിവർത്തി ഉയർത്തിപ്പിടിച്ച് ഒരു പക്ഷേ ഈ കൈയൊക്കെ പൊക്കുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാവും, ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാവും. അതൊരു സമർപ്പണത്തിൻ്റെ അടയാളമാണ്. രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. ദൂരങ്ങളിലൊക്കെ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. ഈ സമയം ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ അല്പസമയം അടുത്ത് നിൽക്കുന്നവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നിനക്കെങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകുന്നത് അതുപോലെ സ്തുതിക്കേണ്ട ഒരു സമയമാണ്. കൂട്ടായ്മയിൽ ശക്തമായൊരു ജ്വലനം സംഭവിക്കപ്പെടും.
ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കപ്പെടും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ 10 മടങ്ങ് അഭിഷേകം ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ജ്വലിപ്പിക്കപ്പെടാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്വരമുയർത്തി സ്തുതിക്കണം, നാവ് തുറന്ന് പ്രാർത്ഥിക്കണം, ഈശോയെന്ന് വിളിക്കണം, ആബാപിതാവേന്ന് വിളിക്കണം, പരിശുദ്ധാത്മാവേന്ന് വിളിക്കണം. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കണം. സ്വരമുയർത്തി നാവ് തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഈശോയെന്നൊന്ന് വിളിച്ച പോരാ 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 ശക്തമായിട്ടൊന്ന് സ്തുതിച്ച്. വലിയ അഭിഷേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് മാറ്റണമേ. ഓ, പുതിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഈ അന്തരീക്ഷത്തിന്റെ മേൽ വെളിപ്പെടണമേ. ഈ അന്തരീക്ഷത്തിന്റെ മേൽ വെളിപ്പെടണമേ. ഈ അന്തരീക്ഷത്തിന്റെ മേൽ വെളിപ്പെടണമേ. എല്ലാവരും സ്തുതിച്ച് 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 പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കൈകളടിച്ച്, കണ്ണുകളടച്ച് കൈയടിച്ച്, ആ ശരീരത്തെ സമർപ്പിച്ച് കൈയടിച്ച്, ശരീരത്തിലെ രോഗപീഠകളെ സമർപ്പിച്ച് കൈയടിച്ച്, യെസ്, മനസ്സിന്റെ ഭാരങ്ങളെ സമർപ്പിച്ച് കൈയടിച്ച്, പോരാ, ശക്തിയോടെ കൈയടിച്ച്. എത്രത്തോളം സന്തോഷത്തോടെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമോ അത്രത്തോളം കൃപയോട് ചേർന്നു ദൈവജനം ഒരുമിച്ച് ഇന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല. അനേക ജനതകൾ നമുക്ക് ചുറ്റുമുണ്ട്. സാക്ഷികളുടെ വലിയൊരു കൂട്ടായ്മയോട് ചേർന്ന് ദൈവജനമേ കൈയടിച്ചേ. പോരാ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ? നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. ആമേൻ. അഭിഷേകം പാടി പാടി കനിയണമേ. അഭിഷേകം ചേർന്ന് പാടാമോ? കനിയണമേ അഭിഷേകം. എല്ലാവരും പാടിയേ. കനിയണമേ അഭിഷേകം പകരണമേ. ഇടിമുഴക്കത്തോടെ 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 നാവുകളിന്മേൽ പതിയണമേ. കനിയണമേ അഭിഷേകം പകരണം. ആത്മാവേ അഭിഷേകം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെന്നൊന്ന് വിളിച്ച്. പോരാ 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 പോരാ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ദൈവജനം ഒരുമിച്ച് വിളിക്കുന്നു ഈശോയേ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ മക്കളെയും ശക്തിപ്പെടുത്തട്ടെ. ക്ഷീണിച്ച ശരീരങ്ങളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. മടുപ്പ്, അസ്വസ്ഥത, അലസത കർത്താവ് എടുത്ത് മാറ്റട്ടെ. പ്രാർത്ഥിക്കുന്ന സമയം തന്നെ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഓരോ വ്യക്തിയിലേക്കും ദൈവശക്തി വെളിപ്പെടുന്നു. വിശ്വസിക്കട്ടെ. കൈയടിച്ചേ, കണ്ണ് തുറന്ന് കൈയടിച്ചേ, കണ്ണ് തുറന്ന് കൈയടിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കൈയടിച്ചേ. അടുത്തുള്ളവരെ നോക്കി, പോരാ, അടുത്തുള്ളവരെ നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചൊന്ന് കൈയടിച്ചേ. ആ കാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ചവിട്ടിക്കേ. യെസ്, ശരീരത്തിലേക്കൊരു അഭിഷേകം. കർത്താവ് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ വലിയ അഭിഷേകം. പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളെ കർത്താവ് സ്പർശിക്കും. ദിവസങ്ങളായി നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ കർത്താവ് ഇടപെടും. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു രക്ഷപ്പെടില്ല, എന്നാൽ കർത്താവ് നിന്നിൽ ഇടപെടും. വിശ്വസിക്കുന്നവര് ചാടിത്തൊള്ളേ. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. ആമേൻ ആമേൻ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. ഈ ചുള്ളി കത്തും പോലെ. ആമേൻ.
കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ കനിയണമേ, അഭിഷേകം അഭിഷേകം പകരണമേ, പഠിക്കേ ആത്മാവേ കനിയണമേ, അഭിഷേകം. അഭിഷേകം പകരണമേ, ഒന്ന് ചാടി കൈയടിച്ചാലോ? കനിയണമേ, ചാട്ടം പോരാ, അഭിഷേകം പകരണമേ, ആ നിൽക്കുന്ന സ്ഥലത്തൊന്ന് ചാടി കൈയടിച്ചേ. കനിയണമേ, ശരീരത്തിലേക്ക് ഒരു കൃപ ചൊരിയട്ടെ. പാടി ആത്മാവേ കനിയണമേ, അഭിഷേകം, അഭിഷേകം പകരണമേ, ആത്മാവേ. ആത്മാവേ കനിയണമേ, പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും അഭിഷേകം പകരണമേ, രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ. പോരാ. വലിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും കൃപ ചൊരിയപ്പെടുന്നു. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരാധന 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു വലിയ അഭിഷേകം ദൈവജനത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ. ഓ ദൈവമേ, വിശ്വസിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയട്ടെ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഒച്ചത്തിൽ മാലാഖമാരോട് ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? പോരാ ഒച്ചത്തിൽ പറഞ്ഞേ. ഇവിടെ നിന്ന് നമ്മൾ പറയുന്ന ഹല്ലേലൂയ നമ്മുടെ വീട്ടിൽ കേൾക്കണം കേട്ടോ. നല്ല ഒച്ചത്തിലൊരു വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവ് അതിശക്തമായി നമ്മളിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നൊരു നല്ല ഒരു വെടിക്കെട്ട് കയ്യടി പാസ്സാക്കിക്കേ. ഹല്ലേലൂയാ. 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 ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ചെയ്യുന്ന ഒരു വലിയ കൃപ എന്താണെന്നറിയാവോ? നമ്മളെ വേരുറപ്പിക്കാൻ പോവാണ്. നമ്മളെ എന്ത് ചെയ്യാൻ പോവാണ്? വേരുറപ്പിക്കും. പറഞ്ഞേ, നമ്മളെ കർത്താവ് വേരുറപ്പിക്കും. ഹല്ലേലൂയാ. ചുറ്റുവട്ടത്തുള്ള ഒരു 2-3 പേരോടൊന്ന് പറഞ്ഞു കൊടുത്തേ, നിന്നെ കർത്താവ് വേരുറപ്പിക്കും. നിന്റെ കർത്താവ് നിന്നിൽ വേരുറപ്പിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ബിൽഡിംഗ് ഡീപ്പ് സ്പിരിച്വൽ റൂട്ട് വേര് ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിച്ചേ. എന്നിട്ട് ഈ പറയുന്ന വചനം അങ്ങോട്ട് ഏറ്റെടുത്തോ. ജെറമിയായുടെ പുസ്തകം, ഒച്ചത്തിൽ പറ, സ്വീകരിക്കുവാണ് വചനം. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ. പറഞ്ഞ ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അടുത്ത് നിൽക്കുന്ന വലതും ഇടതു നിൽക്കുന്ന ആളുടെ കൈക്ക് പിടിച്ച് കുലുക്കി മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞ്, ഈ വചനം നിന്നിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇരിക്കാം. ജെറമിയായുടെ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം തിരുവചനം കേട്ടോ. നോട്ട് ബുക്കൊക്കെ ഉള്ളവർ ഇത് എഴുതിയെടുക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ദൂതാണ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വചനമൊക്കെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം. ജെറമിയായുടെ പ്രവചനം 17-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം. വചനം എന്താണ്? കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. നമ്മൾ അനുഗ്രഹീതരാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ്. എന്നിട്ടൊരു കാര്യം പറയുവാണ്. 8-ാം തിരുവചനം പഠിപ്പിക്കുന്ന എന്താണെന്നറിയാവോ?
അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. എന്താണ് ഈ മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? എന്താണ് അത്? വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അതിൻ്റെ വേരുകൾ എവിടെയാ? വെള്ളത്തിലാ. അതിൻ്റെ വേരുകൾ വെള്ളത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോഴും ഒരു സ്രോതസ്സുണ്ട്, ഒരു സോഴ്സ് ഉണ്ട്. ഈ വേരിനെപ്പോഴും അതിനെപ്പോഴും എന്തുണ്ട്? ഒരു ബലം കിട്ടുന്നത് അത് ജലത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പലതരം ഉയർത്തി പറഞ്ഞ കർത്താവേ, കർത്താവേ, എന്നെ ഇതുപോലെ ആറ്റുതീരത്ത് നട്ട ഒരു മരമാക്കണമേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ചതൊന്ന് പാസ്സാക്കിക്കേ. ഹല്ലേലൂയാ. അതായത് നമ്മുടെ വേരുകള് കൃത്യമായിട്ട് ജലത്തിലേക്ക്, അതിൻ്റെ സോഴ്സിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് നീ ഭയപ്പെടുകയില്ല. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വരൾച്ച, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവുകയില്ല. കാരണം ഇതിൻ്റെ വേരെവിടെയിരിക്കുന്നത്? ജലത്തിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഭാരപ്പെടേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വചനം പറയുവാണ്, അതിന് ഒരു കാലത്തും വരൾച്ചയുടെ കാലം, ഇല്ലായ്മയുടെ കാലം, നഷ്ടത്തിൻ്റെ കാലം, അതിന് ഉത്കണ്ഠയില്ല. രണ്ട് വചനങ്ങൾ ഇപ്പോൾ പറഞ്ഞു. എന്താണെന്നറിയാവോ? ഒന്ന്, നീ ഭയപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നീ ഭയപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട. ഇത് രണ്ടുമേ ഉള്ളൂ, അല്ലേ അമ്മച്ചി? ഇത് രണ്ടുമേ ഉള്ളൂ. ഉത്കണ്ഠപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന നമ്മളോട് പറയുവാണ്, നീ ഭയപ്പെടേണ്ടെന്ന്, നീ ഉത്കണ്ഠപ്പെടേണ്ടെന്ന്. കാരണം എന്താണ്? അത് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അപ്പോൾ ആറ്റുതീരത്ത് നട്ട മരം, അതിൻ്റെ വേര് ഡീപ്പ് റൂട്ടഡ് ആണ്. അത് വേര് കൃത്യമായി അതിൻ്റെ സോഴ്സിലേക്ക്, ജലത്തിലേക്ക് ഉള്ളതുപോലെ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ വേരും ഇതുപോലെ ഡീപ്പ് റൂട്ടഡായി നല്ല ബലമുള്ള ഒരു ജീവിത ശുശ്രൂഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 1-ാം അധ്യായം ആരംഭ വചനങ്ങൾ തന്നെ ഈ കാര്യം സങ്കീർത്തകൻ നമ്മളോട് പറയുവാണ്. ഒന്ന് വായിച്ചാലോ? തുറന്നേ. സങ്കീർത്തനം, ബുക്ക് ഓഫ് സാം, ചാപ്റ്റർ 1, അതിൻ്റെ 1-ാം അധ്യായം 3-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഹല്ലേലൂയാ. സങ്കീർത്തകൻ സങ്കീർത്തന പുസ്തകം ആരംഭിക്കുകയാണ്. സങ്കീർത്തനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? പുസ്തകത്തിൽ എത്രയുണ്ട്? 150 അധ്യായങ്ങളുണ്ട്. 150 അധ്യായങ്ങൾ. സങ്കീർത്തകനായ ദാവീദ് 150 അധ്യായങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു കാര്യം ദൈവജനത്തോട് തുടക്കത്തിൽ തന്നെ പറയുവാണ്, നീ ഭാഗ്യവാനാകണോ, നീ ഭാഗ്യവതിയാകണോ, നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകണോ? എന്തു ചെയ്യണമെന്നറിയോ? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാലോ? ചില വചനങ്ങളൊന്ന് വായിക്കണേ, ശ്രദ്ധയോടെ വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15, 15-ാം അധ്യായം, അതിൻ്റെ 5-ാം തിരുവചനം, 15-ന്റെ 5. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയാ. അതായത് നമ്മുടെ റൂട്ട്, നമ്മുടെ വേര് കൃത്യമായി യേശുവിലേക്കാണെങ്കിൽ നമ്മൾ എന്നും ഫലം കൊയ്യും. ഇല്ലെങ്കിൽ എന്തു പറ്റും? നിലനിൽക്കാൻ പറ്റില്ല. യെശയ്യായുടെ പ്രവചനം, ബുക്ക് ഓഫ് ഐസയ
ചാപ്റ്റർ 40 40-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? യെശയ്യായുടെ പ്രവചനം 40:31, 40-ാം അധ്യായം 31-ാം തിരുവചനം 31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയാ. സങ്കീർത്തന പുസ്തകം 92-ാം അധ്യായം നമുക്കറിയാവുന്നൊരു വചനഭാഗമാണ്. സങ്കീർത്തനം 92 അതിൻ്റെ 12, 13, 14. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് കിട്ടുന്ന കൃപയെക്കുറിച്ചാണ് വചനം. വായിക്കാം. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ തന്നെ വളരും. അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും കണ്ടോ ദേ ശ്രദ്ധിച്ചോ, ചില പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ എന്താ ജീവിതം? എല്ലാം തീർന്നു, നടക്കാനും മേല, ഇരിക്കാനും മേല, ഇനി വീട്ടിൽ ഞാനൊരു ശല്യമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. കേട്ടോ, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി ആ പുഷ്ടിയോടെ നിൽക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, വാർദ്ധക്യത്തിലും. പ്രായമായോ എന്നൊരു ചിന്ത അല്ലേ, സമ്മതിച്ചു കുടിക്കുകയല്ല അല്ലേ. പറഞ്ഞു കൊടുത്തേ, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. പുഷ്ടിയോടെ നിൽക്കും. എന്തുണ്ടാവുന്നു? പുഷ്ടി, പുഷ്ടി, പുഷ്ടി. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് പുഷ്ടി. അടുത്തിരിക്കുന്നവരോട് പറ, പുഷ്ടി ഉണ്ടാവുന്ന പറ, പുഷ്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നത്തെ ന്യൂജൻ പിള്ളേർ പുഷ്ടിയോ അതെന്നാ പലതും കേട്ടിട്ടുണ്ട്, ഇത് കേട്ടിട്ടില്ല. പുഷ്ടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിനക്ക് വേനൽക്കാലത്തും അസ്വസ്ഥതയുടെ കാലഘട്ടത്തിലും ഒക്കെ നിനക്കെന്നും പച്ചയോടെ നിൽക്കാൻ പറ്റും. സർദി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു സംഭവം, ആ സ്ഥലം സാഹചര്യമൊന്നും അറിഞ്ഞുകൂടാ. ഒരു പ്രദേശത്ത് വലിയൊരു കൊടുങ്കാറ്റുണ്ടായതിനെ കുറിച്ചാണ്. കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ ആ പ്രദേശത്ത് 8,000-ഓളം പേരാണ് മരിച്ചത്. 8,000-ഓളം പേര് മരിച്ചു. വലിയ തകർച്ച, ആ പ്രദേശത്ത് വലിയ തകർച്ച. വീടുകളൊക്കെ തകർന്നു, വാഹനങ്ങളെല്ലാം പോയി, തകർച്ച, സങ്കടം, ദുഃഖം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം വെളിപ്പെട്ടത് എന്താണെന്നറിയാമോ? ആ പ്രദേശത്തുള്ള മരങ്ങളൊന്നും അത് കടപുഴകി വീണിട്ടില്ല. ചില ചില്ലകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, ചിലതിനൊക്കെ ഇച്ചിരി ക്ഷീണമുണ്ട്. പക്ഷേ ഈ മരങ്ങളൊക്കെ നല്ലപോലെ പിടിച്ചു നിൽക്കുന്നു. അത് ഓക്കുമരങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കുമരങ്ങൾ. എന്ത് മരം? ഓക്കുമരങ്ങൾ. വിദേശ രാജ്യമാണ്. വിദേശ രാജ്യത്തെ നടന്ന ഒരു വലിയ കൊടുങ്കാറ്റ്, 1000 മരിച്ചു വീണു. പക്ഷേ ഈ ഓക്കുമരങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഗവേഷണം നടത്തുന്നവർ അന്വേഷിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഈ മരങ്ങൾ പിടിച്ചു നിന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഓക്കുമരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കുമരങ്ങളുടെ ശക്തി, അതിൻ്റെ വേര് ഡീപ്പ് റൂട്ടഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ കാണുന്നതിനേക്കാളും വലുതാണ് അതിൻ്റെ വേരുകൾ. അതിൻ്റെ വേരുകൾ ഇങ്ങനെ അങ്ങോട്ട് താഴ്ത്തോട്ടിറങ്ങും. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇപ്പോൾ ഒരു ഓക്കുമരം ഇവിടെ, മറ്റൊരു ഓക്കുമരം ഇവിടെ. ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ താഴ്ത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ വേരുകൾ തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആവും. വേരുകൾ തമ്മിൽ കണക്റ്റഡ് ആവും. എവിടെയാണ്? നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, താഴത്ത് അല്ലേ. അതായത് ഭൂമിക്കടിയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഈ മരങ്ങളുടെ വേരുകൾ അത്രയും ആഴത്തിൽ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇതിങ്ങനെ പടർന്നങ്ങോട്ട് പിടിക്കും. അപ്പോൾ ഇത്രയും വലിയ കൊടുങ്കാറ്റുണ്ടായപ്പോഴും ഇത്രയും പേര് മരിച്ചു വീണപ്പോഴും എന്തുകൊണ്ട് ഈ ഓക്കുമരങ്ങൾ, നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ അരയാൽ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. അതായത് ബലമുള്ള മരം. പ്രത്യേകിച്ച് ഓക്കുമരത്തിൻ്റെ കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യം, ഓക്കുമരത്തിൻ്റെ തടി, അതാണ് ഈ കപ്പലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കുമര എന്ന് പറയും. അതോടൊപ്പം തന്നെ 1000-ഓളം വർഷങ്ങൾ നിലനിൽക്കുന്നതാണ് ഈ ഓക്കുമരങ്ങൾ. ഇവയുടെ ശക്തി എന്ന് പറയുന്നത് പുറമേ കാണുന്നതല്ല, മറിച്ച് അത് ഡീപ്പ് റൂട്ടഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ അത്രത്തോളം താഴത്തോട്ടാണ് വളർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറ, ഹല്ലേലൂയാ.
ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്നാണെന്നറിയാവോ? കാറ്റടിക്കും, പല പ്രശ്നങ്ങളുണ്ടാവും, നീ വീഴരുത്. നിന്റെ വേര് ഓക്കുമരം പോലെ നന്നായിട്ട് ഭൂമിയിലേക്ക് ആഴത്തിൽ വേരിങ്ങനെ പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു കാറ്റിനും വീഴ്ത്താൻ പറ്റില്ല. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. കാറ്റടിക്കുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ടാവും, ചില ചില്ലകളൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു വീഴാം, ചിലപ്പോൾ നീ ഒന്ന് വളഞ്ഞും പോകും. പക്ഷേ നിന്നെ കർത്താവ് നിലം പറ്റ താഴെ ഉരുട്ടിയിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇതിന്റെ ആത്മീയ വശം അതാണ്. അതായത് നിന്റെ ജീവിതത്തിൽ കാറ്റടിക്കും, പല 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 പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം ഇപ്പൊ വീണുപോയെന്ന് നമുക്ക് തോന്നിപ്പോവും, എല്ലാം വീണുപോയെന്ന് തോന്നിപ്പോവും. പക്ഷേ തോന്നൽ മാത്രം, വീഴത്തില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് രാവിലെ ഒരു ശുശ്രൂഷകനോട് ഞാൻ അല്പസമയം സംസാരിക്കുമായിരുന്നു. ഒരു ശുശ്രൂഷകൻ, വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ശുശ്രൂഷകനാണ്. അപ്പം അദ്ദേഹത്തെ ഇന്ന് ഞാൻ കണ്ടപ്പോൾ, ഇന്ന് രാവിലെ അദ്ദേഹത്തോട് ചേർന്നായിരുന്നു ഇച്ചിരി സമയം പ്രാർത്ഥന. അപ്പം അദ്ദേഹത്തെ കണ്ടപ്പോൾ, സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വിഷണ്ണനായിട്ടിരിക്കുന്നു, വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു. സാധാരണഗതിയിൽ നല്ല ചിരിച്ച് പ്രസരിപ്പോടെ നടക്കുന്ന ശുശ്രൂഷകൻ ഇച്ചിരി വിഷണ്ണനാണ്, സങ്കടത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇത്ര സങ്കടം? ചില പ്രശ്നങ്ങളിൽ പെട്ട് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുവാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ എനിക്കും തോന്നി, ശരിയാണ്, ഭാരപ്പെടാനുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ച് പറഞ്ഞു, അച്ഛാ ഇതൊക്കെയാണെങ്കിലുണ്ടല്ലോ സങ്കീർത്തനം 34:10, സങ്കീർത്തനം 34:10 ഒന്ന് വായിച്ചേ. അദ്ദേഹം എന്നോട് പറയാ, അച്ഛാ ഇതൊക്കെയാണെങ്കിലും ഞാൻ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ സങ്കീർത്തനം 34:10 ഇതാണ് എൻ്റെ കരുത്തച്ഛ. കാരണം എന്നാന്നറിയാം, ഞാൻ എൻ്റെ വേര് ഡീപ്പ് റൂട്ടഡാ, ഇത് നന്നായിട്ട് വേര് പാകപ്പെട്ടിരിക്കുന്നതാ, വീഴത്തില്ല അച്ഛാ. സങ്കീർത്തനം 34:10 ഒന്ന് വായിച്ചേ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കേട്ടോ, വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ പ്രതിസന്ധിയുടെ നടുവില് ഈ ശുശ്രൂഷകന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇച്ചിരി വാടിയിട്ടുണ്ട്, ഇച്ചിരി വീണ പോലെ ഇരിപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്നോട് പറയാ, അച്ഛാ സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വായിച്ചേ. അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൊടുങ്കാറ്റ് വീശുമ്പോൾ ഓക്കുമരങ്ങളുണ്ടല്ലോ, അതിങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആടും, ഇലകൾ പൊഴിയും, കമ്പുകൾ ഒഴിയും. കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും ഇതെല്ലാം വീണു, പക്ഷെ വീഴത്തില്ല. നിന്നെ വളയ്ക്കാം, പക്ഷെ ഒടിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ ശുശ്രൂഷകനോട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു സന്ദേശം പോലെ ഞാൻ പറഞ്ഞു, സഹോദര ഈ വചനം അത്രയോ ശക്തമാണ്. വളയ്ക്കാം, പക്ഷേ ഒടിക്കാൻ പറ്റത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്നെ വളയ്ക്കാം പക്ഷെ ഒടിക്കാൻ പറ്റത്തില്ല. പറഞ്ഞുകൊടു. നിന്നെ പലതും വളയ്ക്കും, പക്ഷെ നിന്നെ ഒരിക്കലും ഒടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? നീ അത്രമേൽ ഡീപ്പ് റൂട്ടഡ് ആണെന്ന്, നീ അത്രമേൽ വേര് പാകപ്പെട്ടിരിക്കുവാണെന്ന്. ബലം ഉണ്ടാവണമെന്ന് സ്വർഗ്ഗത്തിൽ പറ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് ചില കൊടുങ്കാറ്റടിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തെ കടപുഴകി വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നീ വല്ലാണ്ട് ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത്. എല്ലാം തീർന്നോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് വിശ്വസിക്കണം, എൻ്റെ കർത്താവിൽ ഞാൻ ആഴപ്പെട്ട് വേരുപാകിയ വ്യക്തിയാണ്. ഒരു പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാനിതെല്ലാം തീർന്നിട്ടില്ല, ഇതൊന്നും തീർന്നിട്ടില്ല. കർത്താവ് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തും, എന്നും പച്ചയായ ഒരു ജീവിതം എനിക്ക് ലഭിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിലൊന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഒച്ചത്തിലൊന്ന് വിളിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ.